അതേ ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല മുജിക്ക് എന്താ കേട്ടായിരുന്നേ? നിന്റെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. ആ അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? എനിക്കറിയാം. ആ അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക് ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവ, അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? റംലു, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല, പാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു? നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്കെന്തല്ലേ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. പാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? കെട്ടോന്ന് മുണ്ടാണ്ടി മൂത്തുമ്മ കേട്ടാണ്ടല്ലോ. അത് മുജിയാ. ആ മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റി കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും. നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. ശരിക്കും ഫാദിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാൽ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. ഇളയമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരമൊക്കെ ഉണ്ട്, ഞാനിത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടുണ്ട് പുറത്ത്. എല്ലാം നല്ലതിനാ. അങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടല്ലേ എനിക്കിപ്പോ നിന്നെ കിട്ടിയത് അല്ലേ? അതൊക്കെ പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല.
അന്നോടാരും അവിടെ കയറിയിരിക്കാൻ പറഞ്ഞ്? ഇത് നമ്മളെ പെരുമാനത്തങ്ങൾ ഇരിക്കുന്ന സ്ഥല. ഇവിടെ ഇരുന്നാ തങ്ങൾ പെരുമാനിയൊക്കെ ആക്കണ്. എണീക്ക്. അല്ല ഭായ്, ബംഗാളിൽ ആവശ്യത്തിന് പള്ളിയൊക്കെ ഉണ്ടോ? ഭായ് കമ്മ്യൂണിസ്റ്റാ? ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എപ്പോ എങ്ങനെയാ ജീവിക്കുന്നത്? ഈ മുസ്ലിമാ? ഈ എന്തിനാ ഇപ്പൊ പെരുമാനിലേക്ക് വന്ന്? അനക്കെന്തോ ഒരു അജണ്ട ഉണ്ടല്ലോ. വാ, സുബൈസ് കഴിച്ചിട്ട് പോ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة തിന്നോ. ബായ് എന്റെ മംഗള, നിങ്ങൾ എന്ത് കൂത്തായി കാണിക്കണേ? നിങ്ങളിങ്ങനെ തീറ്റയും കാശും കൊടുത്തു കഴിഞ്ഞാൽ പണിക്കും പോവോ? ഇതൊന്നും ശരിയല്ലോ മംഗള. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ബഷീറെ. ഇദ്ദേഹം എന്താ പറഞ്ഞ പിടിച്ച് തല്ലുവോ? അതല്ല ബഷീറെ, കാര്യമുണ്ട്, ഞാൻ പറയാം. നീ പോയി ഒളിവ്. ഞാൻ ഒന്നെടുത്തോളാം. വെറുതെ പണിക്കുന്ന തീറ്റയും കാശും കൊടുത്ത് വഷളാക്കണം. എന്താ ഇപ്പൊ ആലോചിക്കുന്നേ? അങ്ങയുടെ മനസ്സിലിപ്പോ എന്താ? തങ്ങള് മലയിൽ എന്താ? തന്നെയതാ മുക്രിനോട് എത്ര തവണ പറഞ്ഞതാ പൂപ്പലുണ്ട് പൂപ്പലുണ്ട്. എന്നിട്ടെന്താ വേറെ ആരും തന്നായിരുന്നു? നീ സംസ്കാരം കഴിഞ്ഞ് തങ്ങൾ കലങ്കിലേക്കൊന്ന് വാ. കാലി അദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. അങ്ങോട്ടാണ് സത്യത്തിന്റെ പുറകെ. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, കല്യാണത്തിന് നേരത്തെ കാലത്ത് എത്തണട്ടാ. അത് പിന്നെ പറയണോടാ മുജി, എത്ര കാലായടാ പകലൊരു കല്യാണം കൂടിയിട്ട്. ഈ കാക്കക്കൂട്ടത്തെ പേടിച്ച് ഒറ്റൊരുത്തരെ വിളിക്കൂലായിരുന്നു. അമ്പൂട്ടി ഈ വരണട്ടാ. അല്ലടോ, എനിക്ക് ഈ കൊടി ഒഴിവാക്കാനായില്ല. സത്യം പറയാലോ മുക്രി, ഈ കാക്കക്കൂട്ടവും ബഹളവും ഇല്ലാണ്ടായപ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല്. പിന്നെ ഏക ആശ്വാസം ഈ കൊടിയും അമ്പൂട്ടിയാ. എന്നാ പോട്ടെ. ഫാത്തിമ, ഫാത്തിമ, എന്തേ? എന്ത്? എൻ്റെ അടുത്ത് വരണ്ടാന്ന് പുതിയ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പുതിയ ആര്? ഇതിൻ്റെ അടിയൊക്കെ കയ്യാറായല്ലോ. എനക്കെന്തെങ്കിലും ബിംബിഷ്ടമുണ്ടോ? വിമ്മിഷ്ടോ? എന്ത് വിമ്മിഷ്ടം? അതല്ല വീട്. ഈ മാനാരാ വരച്ചത്? മാൻ അബിയ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. എന്തിനാ ഫാത്തിമ എന്നോട് നുണ പറയുന്നത്? ഇതാരായി ആണുമാൻ?
ഈ ആണുമാൻ ഞാനാ? എനിക്ക് അറിഞ്ഞൂടാ. ഞാനല്ലേ? ഈ ഓനോട് പോയി പറ ഇവിടെ വലിയ കലാപ്രവർത്തനം ഒന്നും വേണ്ടാന്ന്. വല്ല പച്ചയശം പൊടിച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ആ വണ്ടി എവിടെ എടുക്കണേ? നമ്മുടെ ഇലിയാസിന്റെ പറമ്പില്. എന്നാ ഈ ഇവനെയും കൂട്ടി ചെന്ന് നോക്ക്. ഓന് വണ്ടിപ്പണിയൊക്കെ അറിയാന്ന്. വണ്ടിപ്പണിയോ? ആ ഓനാ? ഞാൻ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചാണിക്കാ. കുറച്ച് നേരം ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. AC-ന്റെ പണി അറിയാം. എന്നാ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഇടറാ. ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഇടങ്ങാറാവാണ്. ഇല്ലടാ ഈ പെരുമാനിയോട് കൂടിക്കോ. എന്തേ വരി